ഡൽഹിയിൽ നിന്ന് വന്ന നമ്മുടെ രഞ്ജിനി ചേച്ചിക്ക് ചറപറാന്ന് കുറേ മെസ്സേജുകൾ PSC കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന്. അപ്പം തന്നെ ചേച്ചിത ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സ്ട്രൈക്കിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്കതിൻ്റെതായുള്ള ഡീറ്റെയിലുകളും കാര്യങ്ങളും അറിയത്തില്ല. അങ്ങനെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ശരിയാണ്, കാരണം എറണാകുളത്ത് താമസിക്കുന്ന ചേച്ചിക്ക് അങ്ങ് തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷെ അങ്ങ് ഡൽഹിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴും പറയുന്നു ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് ആവശ്യമായിരുന്നു, അത് പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒന്ന് നോക്കണ്ടേ. എന്നിരുന്നാലും ഈ PSCയുടെ കാര്യത്തിന് വേണ്ടി കുറേ ആൾക്കാർ മുന്നോട്ട് വരുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പം തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് PSCക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷെ അതിനു മുമ്പേ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ന്യായമായ കാര്യമാണ് പറഞ്ഞത് അല്ലേ, കാര്യങ്ങളൊക്കെ പഠിക്കണം. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം എടുക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് കാണിച്ചില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് നേതാക്കളെ കുറിച്ചാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, നമ്മുടെ VD സതീശൻ സാർ ഉൾപ്പെടെ 3-4 പേര് ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ആവശ്യമുള്ള കാര്യം തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ PSC റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടും ഇങ്ങനെ കിടന്ന് മണ്ണ് തിന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവിടെ പോയി മുണ്ടുമടക്കിയ 2 പേരുടെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അതൊന്ന് നമ്മുടെ A റഹീം സഖാവും പിന്നെ ബ്രിട്ട സഖാവുമാണ്. താങ്കളോടൊക്കെ എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഇവിടെ വരൂ, ഇവിടെ വന്നിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുക. എന്നിട്ട് നല്ല ചങ്കൂറ്റത്തോടെ ആ മുണ്ടൊക്കെ മടക്കി എന്നിട്ട് പറയുക ഞങ്ങൾ ഇതെല്ലാം സോൾവ് ആക്കിയത്. അപ്പൊ എങ്ങനെ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?